മഹത്തുക്കളൊക്കെ ഇരുന്ന് ഈ സപ്താഹം കേൾക്കുന്നുണ്ടായിരുന്നു. ദുഷ്ടനായിട്ടുള്ള പ്രേതമായിട്ടുള്ള ഇവന് മാത്രം മുക്തി ലഭിക്കാൻ എന്താണ് കാരണം? ഇത്രമാത്രം ആൾക്കാർ കേട്ടിട്ടും ഇവർക്കാർക്കും മുക്തി ലഭിച്ചില്ലല്ലോ, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ പ്രേതം ആത്മാർത്ഥമായിട്ട് മനനം ചെയ്തുകൊണ്ട് ആ ശ്രീമദ് മഹാഭാഗവതം കേട്ടു. വെറുതെ കേൾക്കുന്നത് കൊണ്ടോ ഒന്നും അതിനുകൊണ്ട് ഫലമുണ്ടാവുകയില്ല. കേൾക്കുന്ന മാതിരി ഉള്ളിൽ ആത്മാർത്ഥതയോടുകൂടി മനനം ചെയ്തുകൊണ്ടാണ് ഈ പ്രേതം ഈ ശ്രീമദ് മഹാഭാഗവതം കേട്ടത്. അതുകൊണ്ടാണ് ആ പ്രേതത്തിന് മുക്തി ലഭിച്ചത് എന്ന് പറയുകയും അപ്രകാരം മനനം ചെയ്തുകൊണ്ട് ഉള്ളറിഞ്ഞ ഭക്തിയോടുകൂടി എല്ലാവരും ശ്രീമദ് മഹാഭാഗവതം ശ്രമിക്കട്ടെ എന്ന് കരുതി ആ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം വേണ്ടി ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം നടത്തി അവിടെയുള്ള എല്ലാവർക്കും സായുജ്യ മുക്തി ലഭിച്ചു എന്നാണ് ശ്രീമദ് മഹാഭാഗവതത്തിന്റെ ഈ മഹാത്മ്യത്തിൽ പറയുന്നത്. അപ്രകാരം എത്ര തന്നെ പറഞ്ഞാലും ഭാഗവതത്തിന്റെ ആ മഹത്വം തീരുകയില്ല. ശ്രീമദ് മഹാഭാഗവതം പാരായണം ചെയ്യുവാനും കേൾക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാതിരി തന്നെയാണ് സത്സംഗം. സത്സംഗം എന്ന് പറഞ്ഞാൽ വളരെ മുഖ്യപ്പെട്ടതാണ്. നമുക്ക് യൂട്യൂബിലെ കൂടിയൊക്കെ സത്സംഗം മറ്റുള്ള മഹാത്മാക്കൾ പറയുന്നത് കേൾക്കാം. പക്ഷെ എപ്രകാരം നമുക്ക് ഈ യൂട്യൂബിൽ നിന്നോ ടി വിയിൽ നിന്നോ ഒരു ദീപം കാണാൻ പറ്റും, പക്ഷെ ആ ദീപത്തിൽ നിന്നും നമുക്കൊരു ദീപം തെളിയിക്കാൻ പറ്റില്ല. അപ്രകാരമാണ് സത്സംഗത്തിൻ്റെത്. മഹാത്മാക്കളുടെ പ്രഭാഷണം നമുക്ക് അതിൽ നിന്നും കേൾക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവരുടെ പ്രഭാവനത്തിൽ ഉൾപ്പെടാൻ ഓറ എന്ന് പറയുന്ന അവർക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ മഹാത്മാക്കളുടെ സമീപത്ത് ചെന്ന് അവരുടെ ആ പ്രഭാവനത്തിൽ നാം പെടുമ്പോഴാണ് നമുക്ക് അതിന്റെ മഹത്വം ലഭിക്കുന്നത്. മനസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചേരുമ്പോൾ അവിടെ ധാരാളമായിട്ടുള്ള ആ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും അതിലൂടെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നാട്ടിനും ഒക്കെ നന്മയുണ്ടാവുക ചെയ്യും. അതുകൊണ്ടാണ് യൂട്യൂബിലൂടെ കേൾക്കുന്നതും മറ്റ് ടി വിയിലൂടെ കേൾക്കുന്നതിനേക്കാളൊക്കെ മഹത്വമാണ് സത്സംഗം എന്ന് പറയുന്നത്. ആ മഹത്വങ്ങളായിട്ടുള്ളവരുടെ ആ പ്രകാശവലയത്തിനുള്ളിൽ ഉൾപ്പെട്ട് അതിൽ നിന്ന് നമുക്ക് മോക്ഷം മഹത്വം അത് ശ്രീ രമണ മഹർഷി കൊണ്ടൊക്കെ പറയുന്നത് കേൾക്കാം. രാമകൃഷ്ണ പരമഹംസരൊക്കെ അവരുടെ അടുത്ത അരങ്ങിൽ ചെന്നാൽ തന്നെ യുക്തിവാദികളായിട്ടുള്ളവർ പോലും അവരുടെ ആ സമീപത്ത് ചെന്നു കഴിഞ്ഞാൽ മാറി ഭക്തന്മാരായി തീരും. അത്രയ്ക്കും ചൈതന്യമാണ് അവരുടെ ചുറ്റും ഉണ്ടായിരിക്കുന്നത് എന്ന്. ഇതിനൊക്കെ ലഭിക്കണമെങ്കിൽ ഭഗവത് കൃപ വേണം. പൂർവാർജിത പുണ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ ഇത് ലഭിക്കുകയുള്ളൂ. ആ ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ധാരാളം സത്സംഗങ്ങളും ശ്രീമദ് മഹാഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം എല്ലാം കേൾക്കാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ചെറിയ പ്രഭാഷണം